നമസ്കാരം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എർത്തിങ്, എർത്ത് റെസിസ്റ്റൻസ് തുടങ്ങിയവ. നമ്മൾ ITയിലും പോളിയിലും ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ ഈ എർത്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യും? ആ കണ്ടക്ടറിനെ കുറിച്ച് ഒരു വോൾട്ടേജ് കൊടുക്കും, എന്നിട്ട് അതിലൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യും. കൊടുത്ത വോൾട്ടേജ് ബൈ അതിലൂടെ പോയ കറണ്ട് V/I അതായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. പക്ഷെ എർത്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എർത്ത് ഇലക്ട്രോണിന്റെ എർത്ത് റെസിസ്റ്റൻസ് ആണ്. അതായത് ഇതിന്റെ എർത്ത് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിലൂടെ ഒരു ഫാൾട്ട് കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ഭൂമി ഓഫ് ചെയ്ത റെസിസ്റ്റൻസിനാണ് എർത്ത് റെസിസ്റ്റൻസ് വരുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സപ്ലൈ കൊടുക്കും. ആ സപ്ലൈയുടെ അടുത്ത ടെർമിനൽ കുറച്ചപ്പുറം കുറച്ച് ദൂരത്തിൽ ഭൂമിയിൽ ഒരു സ്പൈക്ക് അടിച്ചിട്ട് അവിടെയായിരിക്കും അടുത്ത ടെർമിനൽ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതിലൂടെ പോകുന്ന കറണ്ട് ഒരു അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യും. വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെയുള്ള വോൾട്ടേജ് മെഷർ ചെയ്യില്ല, പകരം ഏകദേശം ഒരു മിഡിൽ പോയിന്റിലുള്ള വോൾട്ടേജ് മെഷർ ചെയ്യും. ഓംസിലൊക്കെ പഠിച്ച് നമുക്ക് ഇത് കാണുമ്പോൾ എന്തോ ഇത് ശരിയാണോ എന്നൊരു സംശയം തോന്നാം. കാരണം ഇവിടെയുള്ള വോൾട്ടേജ് അല്ലേ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലല്ല നമുക്ക് കൃത്യമായ എർത്ത് റെസിസ്റ്റൻസ് കിട്ടും എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകും. അതാണ് ഒരു സംശയം. മറ്റൊരു സംശയം, നമ്മൾ മെഷർ ചെയ്ത് ഇവിടെയുള്ള ഭൂമിയുടെ റെസിസ്റ്റൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ ഒരു ഫാൾട്ട് കറണ്ട് പോവുകയാണെങ്കിൽ, ഫാൾട്ട് കറണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഏതൊരു രീതിയിലൊരു എർത്ത് ഫാൾട്ട് വന്നു, ഒന്നുമില്ല നമ്മളെ വീട്ടിലെ അയൺ ബോക്സിലൊരു ലീക്ക്, എർത്തിലേക്ക് ലീക്ക് വന്നു, അതായത് അതിന്റെ ബോഡിയിലേക്ക് ലീക്ക് വന്നു, അത് എർത്ത് വഴി പോകുന്നു. ഈ ലീക്ക് ആയ കറണ്ട് എവിടത്തേക്കാണ് പോവുക? ആ കറണ്ട് പോകുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്കാണ്, അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീടുമായിട്ട് 2 കിലോമീറ്റർ അപ്പുറമായിരിക്കും ട്രാൻസ്ഫോമർ ഉണ്ടാവുക. ന്യൂട്രൽ വേറെ എർത്ത് ചെയ്തില്ല, നേരെ ട്രാൻസ്ഫോമർ മാത്രമേ എർത്ത് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ ദൂരം ഭൂമിയിലോട്ട് ഈ കറണ്ട് പാസ് ചെയ്യണം. ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടെ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും ശരിക്കും ആ സമയത്ത് എർത്ത് റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടാകും. ഈ 2 സംശയങ്ങളും ക്ലിയർ ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ വീഡിയോ. അതായത് നമ്മൾ എർത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് പോകുന്നു. സാധാരണ നമ്മുടെ എർത്ത് റെസിസ്റ്റൻസ് മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് C1 C2 P1 P2 എന്ന് പറഞ്ഞ 2 ടെർമിനലാണ്. C1 C2 എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ടെർമിനലാണ്. നമ്മുടെ C1 C2 ഇവിടെ നമ്മുടെ C1 എന്ന് പറഞ്ഞാൽ നമ്മളെ എർത്ത് ഇലക്ട്രോഡ് എടുക്കുന്നു. C2 നമ്മൾ കുറച്ച് ദൂരെ ഒരു സ്പൈക്ക് അടിച്ചിട്ട് അവിടെ C2 കൊടുക്കുന്നു. അതുവഴി ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. AC സപ്ലൈ ആണ് നമ്മൾ ഇതുവഴി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ DC കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് നമുക്ക് ആക്ച്വൽ റെസിസ്റ്റൻസ് കിട്ടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈയുടെ ഫ്രീക്വൻസി പവർ ഫ്രീക്വൻസി ആയിരിക്കും. കാരണം ഒരു ഫാൾട്ട് വന്നാൽ നമ്മളെ പവർ സപ്ലൈ ഫ്രീക്വൻസി തന്നെ ഫാൾട്ടിലെ ഉണ്ടാകുക. അതുകൊണ്ട് ആ ഫ്രീക്വൻസി തന്നെ കൊടുത്തിട്ടുള്ള മെഷർമെന്റ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ സപ്ലൈ കൊടുത്ത് ഇവിടുത്തെ കറണ്ട് മെഷർ ചെയ്യും. പക്ഷെ വോൾട്ടേജ് ഇവിടുത്തെ മെഷർ ചെയ്യാതെ നമ്മൾ ഇവിടുത്തെ മെഷർ ചെയ്യും. അങ്ങനെ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വോൾട്ടേജ് പോയി കറണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്പൈക്കിന്, ഇവിടെയുള്ള സ്പൈക്കിന് ആദ്യം നമ്മൾ ഇവിടെ വളരെ അടുത്ത് വെക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് വന്ന് ഇവിടെ വരെ എത്തിക്കുന്നു. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതായത് ആദ്യം വളരെ കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വോൾട്ടേജ് പെട്ടെന്ന് കൂടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഏകദേശം കോൺസ്റ്റന്റ് ആയി. പിന്നെ ഈ സ്പൈക്കിന്റെ അടുത്ത് എത്തുമ്പോഴായിരിക്കും വോൾട്ടേജ് കൂടി ഈ സപ്ലൈ ഫുൾ വോൾട്ടേജിലേക്ക് എത്തും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. കാരണം നമ്മൾ ഇവിടെ കറണ്ട് ഇതുവഴി ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. നമ്മളിവിടെ കൊടുത്ത കറണ്ട് ഇതുവഴി ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എടുക്കാറ്? റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. ഇവിടെ മണ്ണിന്റെ റെസിസ്റ്റിവിറ്റിയാണ് ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ഏരിയ. ഈ ക്വസ്റ്റൻ തന്നെ നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. ഇതിലിപ്പം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് മെഷർ ചെയ്യുന്നത് അതുവരെയുള്ള ലെങ്ത് എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്ന ഏരിയ. ഇങ്ങനെ ഒന്ന് ഡൈവേർജ് ചെയ്ത് കറണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് കറണ്ട് പോകുമ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞൊരു സ്പിയറിന്റെ പകുതി പോലെ, ഒരു ഗോളത്തിന്റെ പകുതി പോലെയാണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ ഫുൾ ഏരിയ 4πr² ആണ്. എന്നിട്ട് 2πr². അതിന്റെ പകുതി ആയിരിക്കും ഫുൾ ഏരിയ. നമുക്ക് വേണ്ടി 2πr². R എന്ന് പറഞ്ഞാൽ അത് ദൂരത്തേക്ക് പോകും തോറും അതിന്റെ റേഡിയസ് കൂടി വരുന്നതായിട്ട് നമ്മൾ എടുക്കും. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ റെസിസ്റ്റൻസ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ഇതിനെ തീരുമാനിക്കുന്നത്. ഇതിപ്പോ നമ്മള് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇത് അതേപോലെ തന്നെ കൂടുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ആദ്യം ഒരു കൺസെപ്റ്റ് തന്നെ എഴുതാൻ പോകുന്നത്. എന്നാലും നമുക്ക് അത് കാരണമാണ് ഇങ്ങനെ വന്നതെന്ന് പറയാം. അതായത് ലെങ്ത് കൂടുന്നു, അതിനനുസരിച്ച് ഏരിയ, ഭൂമിയുടെ ഏരിയ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസിൽ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇതിനൊരു മാത്തമെറ്റിക്കൽ, നമ്മൾ എഞ്ചിനീയർമാരാണ്, നമ്മളെല്ലാത്തിനും മാത്തമെറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്കത് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും. എന്നാലും നമുക്ക് അതിന്റെ മാത്തമെറ്റിക്കലായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഏരിയ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിന്റെ റെസിസ്റ്റൻസ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് നമ്മൾ DR എന്ന് പറഞ്ഞെടുക്കുന്നു. ഇവിടെയുള്ള റെസിസ്റ്റൻസ് DR. ഇതിന്റെ ലെങ്ത് നമ്മൾ ഇതുവരെ 6 ആണ്. ഇതുവരെ 6 ആണെങ്കിൽ ഇത് നമ്മൾ ചെറിയ DR. നമുക്ക് ഇതേപോലെ ചെറിയ സ്മോൾ പോർഷൻ ആയിട്ട് മാറ്റിയിട്ട് അതിനൊക്കെ പരസ്പരം സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. കാരണം ഈ സ്മോൾ പോർഷന്റെ DR-ന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ, മണ്ണിന്റെ റെസിസ്റ്റിവിറ്റി മാറുന്നില്ല, അതിന്റെ കോൺസ്റ്റന്റ് ആണ്. ഈ എല്ലിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു പോർഷൻ ഇല്ല അതിന്റെ ലെങ്ത് DR, സോറി ഡി സ്മോളർ, ഇതാണ് ഇത് റെസിസ്റ്റൻസ് ആണ്, ഇതാണ് ഇതിന്റെ ലെങ്ത് DR ബൈ ഇത് 2πr. R എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഏരിയ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സ്മോൾ പോർഷന്റെ റെസിസ്റ്റൻസ്. സ്മോൾ പോർഷന്റെ റെസിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് അതിനൊക്കെ കൂട്ടിട്ട് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടോട്ടൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്ക് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ എല്ലാത്തിനും ഒരേ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നേരെ കിട്ടി. പക്ഷെ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് R മാറുന്നതിനനുസരിച്ച് R² മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഇന്റഗ്രേഷൻ തന്നെയാണ്, നമുക്കറിയാം. കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ അന്നേരം ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുന്നു. ഇന്റഗ്രേഷൻ ഏത് മുതൽ, നമ്മൾ ഇതിന്റെ, അതായത് ഇതിന്റെ ആഴത്തിന് D എന്ന് എടുക്കുന്നു. D മുതൽ D മുതൽ നമുക്ക് വേണ്ട ലെങ്ത്തിന് നമ്മൾ L നമുക്ക് എടുക്കാം, L വരെ നമ്മൾ എടുക്കുന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യും. അതേപോലെ ഈ സൈഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ R = 2πr² ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1 - 1/2πr വരും. നമ്മൾ അതിന് ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് റോ ബൈ 2π 1 - d ബൈ 1 - L. D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡെപ്തിനാണ് നമ്മൾ D എന്ന് പറയുന്നത്. D - 1/d ബൈ 1/L. ശരിക്കും പറഞ്ഞാൽ ഈ L വളരെ കുറഞ്ഞ, അതായത് വളരെ അടുത്തുള്ള കണ്ടീഷനിൽ ഈ L വളരെ കുറവാണെങ്കിൽ 1/L കൂടുതലായിരിക്കും. അത് 1/d-നേക്കാൾ എത്ര കുടിക്കുന്നത് എന്ന പോലെ ഇരിക്കും. L കുറഞ്ഞ കണ്ടീഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നീട് L നമ്മൾ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇതിൽ കൂടും. നമ്മളൊരു ട്രയൽ ആൻഡ് എററിൽ D-യുടെ ടൈംസ്, ആദ്യം നമ്മൾ 2D ടൈംസ് L കൊടുക്കുക, പിന്നെ നമ്മൾ 3D, അങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് അതിനനുസരിച്ച് എങ്ങനെ മാറുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു D-യുടെ ഒരു 10 ടൈംസ് ഒക്കെ, അതായത് നമ്മുടെ ആഴത്തിന്റെ, നമ്മുടെ ഇലക്ട്രോഡിന്റെ ആഴത്തിന്റെ ഒരു 10 ടൈംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് കോൺസ്റ്റന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രയൽ ആൻഡ് എററിൽ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കോൺസ്റ്റന്റ് ആയ ഒരു 10 ടൈംസ്, ഏകദേശം ഒരു 10D, L = 10D ഒക്കെ ആകുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആവും. പിന്നെ ഇത് കുറേ ദൂരം കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ തന്നെ കറണ്ട് ഡൈവേർജ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇതേപോലെ വോൾട്ടേജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാവുകൊണ്ട് വോൾട്ടേജും കൂടും, അതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫാൾട്ട് ഉണ്ടായി, നമ്മുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ ബോക്സ് എന്നൊരു ഫാൾട്ട് ഉണ്ടായി, ഫാൾട്ട് കറണ്ട് ഒഴുകുകയാണ്. വളരെ ദൂരെയുള്ള ഒരു ട്രാൻസ്ഫോമറിലേക്കാണ് ഇത് ഒഴുകിപ്പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഈ പോയിന്റ് വളരെ ദൂരെയാണെന്ന് ചിന്തിക്കുക, നമ്മുടെ ഭൂമി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇതേപോലെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇത് ആകാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഏരിയ, കറണ്ടിന് ഒഴുകി പോകാനുള്ള ഏരിയ വളരെയധികം കൂടുന്നുണ്ട്. അന്നേരം ഈ ലെങ്ത് കൂടുന്നതും ഏരിയ കൂടുന്നതും നമ്മൾ ഏകദേശം ഒരേപോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അത്ര ദൂരെയുള്ള കാര്യങ്ങൾ. പക്ഷെ മണ്ണിന്റെ റെസിസ്റ്റിവിറ്റി മാറുമ്പോൾ ഇത് മാറും. നമ്മുടെ മണ്ണ് ഒരേപോലത്തെ മണ്ണാണ് എന്നൊരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ എർത്ത് റെസിസ്റ്റൻസ് കൂടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ 2-3 എന്താണ് 2 പോയിന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വോൾട്ടേജും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വോൾട്ടേജും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന റീഡിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് ഈ സ്ഥലം തന്നെയാണ്. കാരണം വളരെ ദൂരം, ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ വളരെ ദൂരമുള്ള ട്രാൻസ്ഫോമർ ആയിട്ടുണ്ടായാലും നമുക്ക് ഈ റെസിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടി ഈ ഇന്റഗ്രേഷൻ വെച്ച് പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മളങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചത് ശരിയാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് പഠിക്കാൻ പറ്റുക. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തിനായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ഈ കാര്യങ്ങൾ മുന്നേ അറിയുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ബിടെക്കിന് പഠിക്കുമ്പോൾ ഒന്നും ഈ കാര്യം അറിയില്ലായിരുന്നു. അടുത്ത കാലത്ത് എനിക്ക് തോന്നിയ സംശയത്തിൽ എനിക്ക് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയാണ്. എന്തായിട്ടും ഇത്ര നേരം കണ്ടതിന് നന്ദി.